വിജാതീയരായിരുന്ന വിശുദ്ധ പ്രൊസസൂസും വിശുദ്ധ മാർട്ടീനിയനും റോമിലെ മാമർട്ടൈൻ കാരാഗ്രഹത്തിലെ കാവൽക്കാരായിരുന്നു. ആ പ്രവിശ്യയിലെ കൊടും കുറ്റവാളികളായിരുന്നു അവിടെ തടവുകാരായി ഉണ്ടായിരുന്നത്. അവരിൽ കുറച്ചുപേർ ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യൻ തടവുകാരെ നിരീക്ഷിക്കുകയും അവരുടെ പ്രബോധനങ്ങളെ കേൾക്കുകയും ചെയ്ത പ്രൊസസൂസും മാർട്ടീനിയനും ക്രമേണ രക്ഷകനെ പറ്റിയുള്ള അറിവിനാൽ അനുഗ്രഹീതരായി. അപ്പസ്തോലനായിരുന്ന വിശുദ്ധ പത്രോസ് ആ കാരാഗ്രഹത്തിൽ തടവുകാരനായി വന്നതിനു ശേഷം പ്രൊസസൂസും മാർട്ടീനിയനും യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. അവർ പത്രോസ് അപ്പസ്തോലനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ആ കാരാഗ്രഹത്തിന്റെ മേലധികാരിയായിരുന്ന പോളിനൂസിന് ഇതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം വിശുദ്ധന്മാരായ പ്രൊസസൂസും മാർട്ടീനിയനെയും യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വിശുദ്ധരാകട്ടെ സധൈര്യം യേശുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുകയും ജൂപ്പിറ്ററിന്റെ സ്വർണം കൊണ്ടുള്ള പ്രതിമയുടെ മുഖത്ത് തുപ്പുകയും ചെയ്തു. ഇത് കണ്ട പോളിനോസ് അവരുടെ മുഖത്ത് അടിക്കുവാൻ പടയാളികളോട് ഉത്തരവിട്ടു. തുടർന്ന് അവരെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ പോളിനോസ് ഉത്തരവിട്ടു. വിശുദ്ധന്മാരെ ഇരുമ്പു കമ്പി കൊണ്ട് അടിക്കുകയും തീപ്പന്തങ്ങൾ കൊണ്ട് പൊള്ളിക്കുകയും ചെയ്തതിനു ശേഷം അവരെ വീണ്ടും കാരാഗ്രഹത്തിൽ അടച്ചു. ലൂസിന എന്ന പേരായ ദൈവഭക്തിയായിരുന്ന ഒരു മഹതി തടവറയിൽ അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ക്രൂരനായ പോളിനൂസിനെ ദൈവം അധികം താമസിയാതെ തന്നെ ശിക്ഷിക്കുകയുണ്ടായി. അദ്ദേഹം അന്ധനായി തീരുകയും 3 ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തു. പോളിനോസിന്റെ മകൻ നഗരത്തിന്റെ ഭരണാധികാരിയുടെ പക്കൽ ചെന്ന് പ്രൊസസൂസിനെയും മാർട്ടീനിയനെയും ഉടൻ തന്നെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്രകാരം 67 വിശുദ്ധന്മാർ വാളിനിരയാക്കപ്പെട്ടു. വിശുദ്ധന്മാരായ ആ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ ലൂസിന അടക്കം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അവരുടെ ശവകുടീരം റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പാർശ്വഭാഗത്തായി നിലകൊള്ളുന്നു.